ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക. ഓപ്പൺ കോർട്ടിലാണ് ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാൻ നേരത്തെ ഒരു ആലോചനയുണ്ടായിരുന്നു, പക്ഷേ മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കുന്നില്ല. നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുകയാണ്. ഇന്ന് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ സ്റ്റേഷനിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ തുടരും. കോടതിയിൽ നാളെ ഹാജരാക്കും. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള അനുമതി തേടിയേക്കും. ഒപ്പം ജാമ്യാപേക്ഷ പ്രതി എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ നൽകും എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ തുടരും അല്ലേ? വിജയകുമാർ, ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നില്ല. ഇന്ന് ഈ സ്റ്റേഷനിൽ തന്നെ തുടരും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നാളെ ഓപ്പൺ കോർട്ടിൽ കൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് സാങ്കേതിക നടപടി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് എറണാകുളം സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് എത്തിച്ചത്. നേരത്തെ രാവിലെ DCP തന്നെ വ്യക്തമാക്കിയിരുന്നു, അതായത് ഇങ്ങോട്ടേക്ക് എത്തിച്ച് ആ നിമിഷം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന്. അതിപ്പോൾ സംഭവിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. BNS 75, BNS 75(1)61 IT ആക്ട് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത്. ഇതിൽ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഹണി റോസിന്റെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെയും കേസിന്റെയും ഒക്കെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നു. പോലീസ് അതടക്കം ചൂണ്ടിക്കാട്ടിയായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുക. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമെന്നും നിലവിൽ പറയും. പോലീസ് കോടതിയിൽ റിപ്പോർട്ടിന്റെ ഭാഗമായി കസ്റ്റഡിയൽ ഇന്റർരോഗേഷൻ നമുക്ക് ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അനിവാര്യമാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണോ, അതല്ലെങ്കിൽ ആ മൊമെന്റിൽ ഉണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കണം. ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ വൈദ്യപരിശോധനക്കടക്കം കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലവിൽ ഉണ്ട്. അതിനുശേഷം നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കും. അത് സൂചിപ്പിക്കുന്നത് ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലോ അതല്ല എങ്കിൽ ക്യാമ്പ് ഓഫീസിലോ കഴിയേണ്ടി വരും എന്നാണ്. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യം അത് തന്നെയായിരിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ നേരത്തെ ഷാജി എന്ന് പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് സമാനമായ പരാതിയിൽ അറസ്റ്റ് ചെയ്ത ആൾക്ക് ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നു. ഒരുപക്ഷെ നാളെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനും ജാമ്യം അനുവദിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തള്ളിക്കളയാനാവില്ല. എന്നാൽ പോലും ഒരു ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന രഹസ്യമൊഴി അത് വളരെ നിർണായകമാണല്ലോ. ഇപ്പോൾ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ BNS-ലെ 75, അതുപോലെ IT ആക്ട് 67 വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടിയുടെ, പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പോലീസിന് കൂടുതൽ വകുപ്പ് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ കേസിൽ നിർണായകമാകും. ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയിൽ ഉണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. കോടതിയിൽ ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ഈ മൊഴിയെടുക്കൽ നീണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് പരാതിക്കാരിയായ ഹണി റോസ് ഏതാണ്ട് 2 മണിക്കൂറിലധികം രഹസ്യമൊഴി നൽകിയത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കേസിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ ആ കേസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വർദ്ധിപ്പിക്കാനാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിലുള്ള ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു മൊഴി രേഖപ്പെടുത്തും, അതിനുശേഷം വിശദമായി പിന്നീട് രഹസ്യമൊഴി രേഖപ്പെടുത്താറാണ് പതിവ്. പക്ഷേ ഇന്നലെ ഈ പരാതി ലഭിച്ച് ഡയറക്റ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ കേസിൽ ഉണ്ടായത്. അത് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ രഹസ്യമൊഴി കൂടി ചേർത്ത് അതിന്റെ ഒരു പ്രാധാന്യം കൂടി മനസ്സിലാക്കി, അല്ലെങ്കിൽ അത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ ഈ കേസിന്റെ ഒരു പ്രാധാന്യം കോടതിയെ ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ കേരള പോലീസ് ഉദ്ദേശിക്കുന്നില്ല, എറണാകുളം സെൻട്രൽ പോലീസോ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിക്കുമ്പോൾ, ഓൺലൈൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകൾ സംഭവിക്കുമ്പോൾ ഈ പരാതി നൽകുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പരാതി പിൻവലിച്ചല്ലെങ്കിൽ അവർക്ക് മടുത്തിട്ട് പോകാറുണ്ട്, ഒന്നും ആകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ കേസ് അങ്ങനെയല്ല. ഞങ്ങൾ ഈ കേസിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു മറുപടി, അതല്ലെങ്കിൽ ഈ കേരളത്തിൽ നേരിടുന്ന സൈബർ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്കൊക്കെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്നൊരു സൂചന സർക്കാരും അതോടൊപ്പം പോലീസും ഒക്കെ നൽകുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിമർശനം
വിമർശനങ്ങളൊക്കെ കടുത്ത വിമർശനങ്ങളൊക്കെ ഈ ഉന്നതർ അകപ്പെടുന്ന കേസുകളിൽ അഴകുഴമ്പൻ നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ വിമർശനങ്ങൾ ശക്തമായി ഉയരുന്നത്. പക്ഷേ അതിനെല്ലാം വിഭിന്നമായി ഇത്തവണ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കടുത്ത നടപടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ആ നടപടിയുടെ ഭാഗമായാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷേ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു പ്രമുഖ വ്യവസായിയും അതോടൊപ്പം തന്നെ വെള്ളിത്തിരയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. ശരി വിഷ്ണു, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെ. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുൻപാകെ ഇന്ന് ഹാജരാക്കുന്നില്ല, നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കും. പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴി അത് പോലീസ് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതടക്കമുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി കടുത്ത കേസായി അത് മാറാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരമ്പരയാണ്, ഇത് ഒരു സംഭവമല്ല, ഒന്നിലധികം സംഭവങ്ങളുണ്ട്. ബോധപൂർവം അങ്ങനെ തന്നെ ഇകഴ്ത്തിക്കാട്ടാൻ അശ്ലീല പരാമർശങ്ങൾ നടത്തുക അത് തുടർച്ചയാവുന്നു, അത് തുടർച്ചയായി സംഭവിക്കുന്നു. അത് ഈ പറയുന്ന പ്രതിയുടെ സംഘാംഗങ്ങൾ എന്ന് പറയാവുന്ന ആരാധക വൃന്ദം അത് ഏറ്റുപിടിക്കുന്നു. അങ്ങനെ പറയാൻ ഒരുപിടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൂടുതൽ കടുത്ത വകുപ്പുകൾ കൂടി ചേർക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. അത് പോലീസ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.